സദസ്സിന് വന്ദനം. ഞാനിന്ന് പറയാൻ പോകുന്നത് തൊപ്പിക്കച്ചവടക്കാരൻ്റെതും വികൃതിയായ കുരങ്ങന്മാരതും. പണ്ടൊരു ഗ്രാമത്തിൽ ഒരു തൊപ്പിക്കച്ചവടക്കാരൻ ഉണ്ടായിരുന്നു. ഗ്രാമങ്ങളിലെല്ലാം നടന്ന് തൊപ്പി വിൽക്കുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ജോലി. തൊപ്പി വേണോ തൊപ്പി, തൊപ്പി വേണോ തൊപ്പി, പഞ്ചവർണ്ണ തൊപ്പി വേണോ തൊപ്പി അങ്ങനെ വിളിച്ചോണ്ട് നടന്നു. അന്ന് ദിവസം ഒരുപാട് ആൾക്കാരും കുട്ടികളും തൊപ്പി വാങ്ങിച്ചുകൊണ്ട് പോയി. ഗ്രാമങ്ങളിലെല്ലാം തൊപ്പി വിറ്റ് തൊപ്പിക്കാരൻ ക്ഷീണിതനായി. അപ്പം ഒരു വലിയ തണലുള്ള മരത്തിന്റെ ചൂട്ടിൽ ഇരുന്നു ഭക്ഷണവും കഴിച്ച് വെള്ളം കുടിച്ചിട്ട് അയാൾ വിശ്രമിച്ചു തുടങ്ങി. ഇപ്പൊ പെട്ടെന്ന് ഉറങ്ങിപ്പോയി. അന്ന് മരത്തിന്റെ മേളിലുള്ള കുരങ്ങന്മാർ ഫുള്ളും ഉണ്ടായിരുന്നു. കുരങ്ങന്മാർ താഴെ വന്ന് കുട്ടികളുള്ള എല്ലാ തൊപ്പിയും തോണ്ട മരത്തിന്റെ മേളിൽ പോയി. അപ്പൊ പെട്ടെന്ന് ക്ഷീണം കഴിഞ്ഞിട്ട് കണ്ണു തുറന്ന് നോക്കിയപ്പോ കുട്ടികൾ ഒരു തൊപ്പി പോലും കാണാനില്ല. അപ്പൊ പെട്ടെന്ന് വിഷമമായി. അങ്ങനെ ഒരു ശബ്ദം കേട്ട് മരത്തിന്റെ മേളിലേക്ക് നോക്കിയപ്പോഴും കുരങ്ങന്മാരുടെ തലയിൽ തൊപ്പിയിരിക്കുന്നു. പെട്ടെന്ന് എന്റെ തൊപ്പി തരോ കുരങ്ങന്മാരെ എന്ന് ചോദിച്ചു. അപ്പൊ കൊടുത്തില്ല. അപ്പൊ ഉടനെ ദേഷ്യമായി ഒറ്റ കല്ലെടുത്ത് കുരങ്ങന്മാരെയായിരുന്നു. കുരങ്ങന്മാര് മരത്തിലുള്ള പഴങ്ങളെടുത്ത് തിരിച്ചറിഞ്ഞു. അപ്പൊ തൊപ്പിക്കച്ചവടക്കാരന് ഒരു ബുദ്ധി തോന്നി തൊപ്പി എടുത്തിട്ട് താഴോട്ടെറിഞ്ഞു. അപ്പൊ കുരങ്ങന്മാരും തിരിച്ച് താഴെറിഞ്ഞു. തൊപ്പി എല്ലാം വാരി കുട്ടയിട്ട് സന്തോഷമായി വേറെ ഗ്രാമത്തിലേക്ക് പോയി. ഇതിന് നമ്മൾ എന്താണ് പഠിക്കാനുള്ളത്? ബുദ്ധി പ്രശ്നങ്ങൾ പരിഹരിക്കും.